നീയും ചതിച്ചാശാനെ, അയ്യപ്പനും ചതിച്ചാശാനെ, സുരേന്ദ്രനെ കോന്നിക്കാറും ചതിച്ചാശാനെ. അവസാനം ഒന്നുമില്ലാതെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന ഒരവസ്ഥയിലേക്ക് കോന്നിയിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് എത്തിച്ചിരിക്കുന്നു. ഇത് മഹാവിജയം തന്നെയാണ്. അടൂർ പ്രകാശിന്റെ കോട്ടയിൽ ജനീഷ് വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിച്ചെടുക്കുമ്പോൾ പോലും ചിന്തിക്കപ്പെടേണ്ട വസ്തുത കെ സുരേന്ദ്രന്റെ ദയനീയ പരാജയം തന്നെയാണ്. കാരണം നിലവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ശബരിമല ഒരുപക്ഷെ കെ സുരേന്ദ്രനിലൂടെ ശബരിമലയെ മുന്നിൽ നിർത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനൊരുങ്ങിയ BJPക്ക് പത്തനംതിട്ട മറുപടി നൽകിയതിനു ശേഷം വീണ്ടും അതിനകത്ത് തന്നെ കോന്നിയും വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. ഈ മറുപടികളിൽ നിന്ന് നമ്മളൊക്കെ വ്യക്തമായി ചിന്തിച്ചെടുക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിൽ BJPയുടെ തന്ത്രങ്ങൾ ഇനി ഫലിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ്, 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു കൂറ്റൻ പരാജയം തന്നെയാണ്. 2014 മോദി തരംഗം, 2019 ശബരിമല വിഷയം, 2019 ശബരിമല വിഷയത്തിൽ പോലും നേട്ടം കൊയ്യാൻ സാധിക്കാത്ത ഇവർക്ക് ഉപതിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുന്നത് ശബരിമല തന്നെയാണ്. ശബരിമല വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്യുമെന്ന് പൊതുജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തവർ ഒന്നും ചെയ്യാതെ വീണ്ടും ആ വിഷയം ഉയർത്തി കാണിച്ച് വോട്ട് നേടാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ പൊതുജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിശ്വാസികൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കബളിപ്പിക്കുകയാണ്, അത്തരക്കാർക്ക് വോട്ടില്ല എന്ന്. കെ സുരേന്ദ്രന്റെ മഹാപരാജയം കോന്നിയിൽ നിന്ന് ലഭിക്കുമ്പോൾ വ്യക്തമാകുന്ന ചിത്രം BJPയെ കേരളം നോ പറഞ്ഞിരിക്കുകയാണ്. BJPയെ കേരളം മാറ്റി നിർത്തിയിരിക്കുകയാണ്. BJPയോട് ഇനി നിങ്ങൾ മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് തിരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ കണ്ടം വഴിയോടുന്നു. ഇവിടെ LDFും UDFുമാണ് കളത്തിലുള്ളത്. ഇവർ ആരും മാറി ഭരിച്ചാൽ പോലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് കേരളീയർ വിളിച്ചു പറയുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. പുതിയ വാർത്തകളുമായി വീണ്ടും എത്തും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Let's go.